പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. സിനിമാ താരങ്ങളുടെ ഉൾപ്പെടെ പേര് പരാമർശിച്ച് കൊച്ചിയിലെ ലഹരി കേസിൽ പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട്. കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് ഓം പ്രകാശിനെതിരായ ലഹരി കേസിലാണ് താരങ്ങളുടെ പേരുള്ളത്. സിനിമാ താരങ്ങളായ ശ്രീനാഥ് ഭാസിയും പ്രയാഗ മാർട്ടിനും ഓം പ്രകാശിന്റെ മുറി സന്ദർശിച്ചിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കുന്നു. ഓം പ്രകാശ് ബുക്ക് ചെയ്ത മുറിയിൽ എത്തിയത് 20ഓളം പേരെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ലഹരി വസ്തു കൈവശം വെച്ച കേസിൽ ഓം പ്രകാശിനും ഒന്നാം പ്രതി ഷിയാസിനും ജാമ്യം ലഭിച്ചു. വിവരങ്ങളുമായി സൈഫുനിസ അലിയാർ ചേരുകയാണ്. സൈഫുനിസ, തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പലവിധ ഗുണ്ടാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഗുണ്ടാ തലവനാണ്, കുപ്രസിദ്ധ ഗുണ്ടാ തലവനാണ് ഓം പ്രകാശ്. ഇയാളുമായി ഈ സിനിമാ താരങ്ങൾക്കുള്ള ബന്ധം എന്താണ് പോലീസ് പറയുന്നത്? തീർച്ചയായും അതാണ് ഇനി അറിയേണ്ടത് ബിനിൽ പോത്തൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഓം പ്രകാശിനെ ഇന്നലെയാണ് പോലീസ് ആദ്യം കസ്റ്റഡിയിൽ എടുക്കുന്നത്, പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. ഈ ഓം പ്രകാശിന്റെ കൂടെ ക്രൗൺ പ്ലാസ ഹോട്ടലിൽ റൂമെടുത്ത ഷിഹാസിനെയാണ് ആദ്യം കേസുമായി പ്രതി ചേർത്ത് പോലീസ് പിടിക്കുന്നത്. അതിനുശേഷമാണ് ഓം പ്രകാശിനെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. ഒന്നാം പ്രതിയായ ഷിഹാസിനെയും ഒപ്പം തന്നെ ഓം പ്രകാശിനെ രണ്ടാം പ്രതിയുമായാണ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇവരിൽ നിന്ന് പിടിച്ചെടുത്തത് 4 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും ഒപ്പം തന്നെ കൊക്കൈൻ്റെ ഒരു സിപ്പ് കവറുമാണ്. അതായത് ഉപയോഗിച്ച ഒരു സിപ്പ് കവർ. ആ കവറിൽ കൊക്കൈൻ്റെ പൊടികൾ പറ്റിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് തൂക്കി നോക്കാനോ എത്ര ഗ്രാം ഉണ്ട് എന്ന് മനസ്സിലാക്കാനോ കഴിയാത്ത സ്ഥിതിയിലായിരുന്നു എന്നാണ് പോലീസ് തന്നെ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും ഒപ്പം തന്നെ 2 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ടും നൽകിയിരിക്കുന്ന റിമാൻഡ് റിപ്പോർട്ടിലാണ് ഇത്രയും ഗുരുതരമായ ഒരു വെളിപ്പെടുത്തൽ പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. അതിൽ പ്രധാനമായും ഉള്ളത് നടന്മാരായ ശ്രീനാഥ് ഭാസിയുടെയും ഒപ്പം തന്നെ പ്രയാഗ മാർട്ടിനും അടക്കം 20ഓളം പേർ ഓം പ്രകാശിന്റെ മുറി സന്ദർശിച്ചിരുന്നുവെന്ന ഗുരുതരമായ ഒരു വെളിപ്പെടുത്തലാണ് പോലീസ് കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഈ പ്രതികളിൽ നിന്ന് നേരിട്ട് ലഹരി പിടികൂടിയിട്ടില്ല എന്ന പ്രതിഭാഗത്തിന്റെ വാദം പരിഗണിച്ചുകൊണ്ടാണ് നിലവിൽ ഇവർക്ക് കോടതി 2 പേർക്കും ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അല്പസമയത്തിന് തന്നെ ജാമ്യ നടപടികൾ പൂർത്തിയാക്കി പ്രതികൾ പുറത്തേക്ക് ഇറങ്ങും. ഓം പ്രകാശ് ഇക്കാര്യത്തിൽ പ്രതികരിക്കുമെന്ന് വ്യക്തമല്ല. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം സിനിമാ മേഖലയിൽ ലഹരി ഉപയോഗമുണ്ട് എന്ന ആരോപണങ്ങൾക്കും വിമർശനങ്ങൾക്കും എല്ലാം തന്നെ അടിവരയിടുന്ന ഒരു റിമാൻഡ് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഒരു നാർക്കോട്ടിക് സബ്സ്റ്റൻസ് ആൻഡ് സൈക്കോട്രോപിക് ഡ്രഗ്സ് ആക്ട് പ്രകാരം കുറഞ്ഞത് ഇത്ര അളവിലെങ്കിലും ലഹരി മരുന്ന് പിടികൂടിയിട്ടില്ലെങ്കിൽ ജാമ്യം ലഭിക്കാവുന്ന ഒരു വകുപ്പ് പഴുത് ആ വിഷയത്തിലുണ്ട്. അപ്പോൾ കൃത്യമായി ലഹരി മരുന്ന് നിശ്ചിത അളവിൽ പിടിക്കാത്തതിനാലാണ് ഈ വ്യക്തിക്കും കൂട്ടുപ്രതിക്കും ജാമ്യം ലഭിച്ചത്, അല്ലേ? തീർച്ചയായും ബിന്നിൽ. പക്ഷേ അതിൽ പോലീസ് പറയുന്ന ഒരു കാരണം എന്ന് പറയുന്നത് അതിൻ്റെ തലേ ദിവസം രാത്രി ആ ഹോട്ടലിൽ ഇവർ മുറിയെടുത്തു, അവിടെ പാർട്ടി നടന്നു, പലരും വന്നു പോയി എന്ന രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഹോട്ടലിൽ എത്തുന്നതും മുറി റെയ്ഡ് ചെയ്യുന്നതും. അവിടെ നിന്ന് ലഭിച്ചത് ഈ ഉപയോഗിച്ച് തീർന്ന കൊക്കൈൻ്റെ കവറുകളാണ് എന്നാണ്. ഈ കവറുകളാണ് പോലീസ് സീൽ ചെയ്ത് കോടതിയിൽ തെളിവായി ഹാജരാക്കിയിരിക്കുന്നത്. അതായത് തലേ ദിവസം വന്ന ഈ മുറി സന്ദർശിച്ചിരുന്നവർ ഇവിടെ എത്തി ഇത് ഉപയോഗിച്ചിരുന്നു എന്നാണ് പോലീസിന്റെ വാദം. ഇതിൽ കൂടുതൽ തെളിവുകൾ കണ്ടെത്താനാണ് ഈ പ്രതികൾ 2 ദിവസം കസ്റ്റഡിയിൽ വേണമെന്നും പോലീസ് ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ പ്രതിഭാഗം ഇക്കാര്യത്തിൽ പ്രതികളുടെ കയ്യിൽ നിന്ന് ലഹരി ലഭിച്ചിട്ടില്ല, കൊക്കൈൻ കണ്ടെത്തിയിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ജാമ്യം നൽകണമെന്ന് വാദിക്കുകയും ഈ വാദം പരിഗണിച്ചുകൊണ്ടാണ്, അതായത് ഈ കവറുകളുടെ ഉൾവശത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന നിലയിലാണ് പൊടി രീതിയിലാണ് ഇത് കണ്ടെത്തിയത്. പിന്നീട് ആണിത് കൊക്കൈൻ ആണെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇരുവർക്കുമെതിരെ ഒന്നാം പ്രതിയായും രണ്ടാം പ്രതിയായും വിവിധ വകുപ്പുകൾ പ്രകാരം കേസെടുക്കുകയും ചെയ്തത്. കൂടുതൽ അന്വേഷണത്തിൽ ഈ ഹോട്ടലിന്റെ രജിസ്റ്റർ അടക്കം പരിശോധിച്ചതിൽ നിന്നാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന പേരുകളുള്ള നടി പ്രയാഗ മാർട്ടിനും നടൻ ശ്രീനാഥ് ഭാസിയും അടക്കമുള്ളവർ ഈ ക്രൗൺ പ്ലാസ ഹോട്ടലിൽ ഓം പ്രകാശ് എടുത്ത മുറിയിൽ സന്ദർശനം നടത്തിയെന്ന വിവരം ലഭിക്കും. മാറിയിട്ടുണ്ട് എന്ന കണ്ടെത്തൽ സർക്കാർ നിയോഗിച്ചിട്ടുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. സിനിമയിലെ ലഹരി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീനാഥ് ഭാസി അടക്കമുള്ള നടന്മാരുടെ പേരുകൾ നേരത്തെയും സിനിമയ്ക്കുള്ളിൽ തന്നെ വിവാദമായ ഒരു പശ്ചാത്തലം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഈ കുപ്രസിദ്ധ ഗുണ്ടയുടെ റൂമിൽ സന്ദർശിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്? സിനിമാ മേഖലയിലെ ബന്ധം ഈ 2 പേരുകൾ എടുത്തു പരാമർശിച്ചുകൊണ്ട് തന്നെയാണല്ലേ വ്യക്തമാക്കുന്നത്?
തീർച്ചയായും എടുത്തു പറയേണ്ട ഒരു കാര്യം, നേരത്തെ തന്നെ ഈ സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് പലപ്പോഴായി പോലീസിൽ നിന്ന് വ്യക്തമായ പേരുകൾ പറയാതെ തന്നെ ആരോപണങ്ങൾ വന്നിരുന്നതാണ്. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഷൈൻ ടോജോക്ക അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്തിട്ടുമുള്ളതാണ്. പിന്നീട് ഈ ഒരു യൂട്യൂബറോട് മോശമായി പെരുമാറിയതിന്റെ പേരിൽ ഈ ശ്രീനാഥ് ബാസിയെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന കേസിൽ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ജാമ്യത്തിൽ വിടുകയും ചെയ്തിരുന്നു. അന്ന് തന്നെ പോലീസ് പറഞ്ഞൊരു കാര്യം, ഈ പ്രതി ലഹരി ഉപയോഗം നടത്തുന്നുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം, ഇദ്ദേഹത്തെ പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ള എല്ലാം തന്നെ അറിയിച്ചിരുന്നു. ശ്രീനാഥ് ബാസി ലഹരിക്ക് അടിമയാണെന്ന തരത്തിലൊക്കെ അന്ന് റിമാൻഡ് റിപ്പോർട്ട് നൽകുകയും ചെയ്തതാണ്. പക്ഷേ പിന്നീട് ആ കേസിൽ ശ്രീനാഥ് ബാസിക്ക് ജാമ്യം ലഭിക്കുകയും പിന്നീട് ഈ കേസ് ഒത്തുതീർപ്പാവുകയും ചെയ്തിരുന്നു. പക്ഷേ വീണ്ടും അന്ന് അത് കേസ് അന്വേഷിച്ചത് മരട് പോലീസാണ്. ഇപ്പോൾ ഈ കേസിൽ പിടിയിലാകുന്നതും ഈ ഓംപ്രകാശ് പിടിയിലായതും മരട് പോലീസിന്റെയാണ്. മരട് പോലീസ് തന്നെയാണ് ഇപ്പോൾ ഈ റിമാൻഡ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നു. അതിൽ ശ്രീനാഥ് ബാസിയുടെയും ഒപ്പം തന്നെ പ്രയാഗ മാർട്ടിന്റെയും പേര് കൃത്യമായി പരാമർശിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ സിനിമാ മേഖലയുമായി നേരിട്ട് ബന്ധമുള്ളവരാണോ എന്ന് വ്യക്തമല്ല. പക്ഷേ കുറച്ചധികം പേരുടെ പേരുകളും പോലീസ് ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ഈ ക്രൗൺ പ്ലാസ ഹോട്ടലിന്റെ രജിസ്റ്ററിൽ നിന്നെടുത്ത ചില പേരുകൾ 20ഓളം പേർ ഈ റൂമിൽ സന്ദർശിച്ചതാണ്. സാധാരണഗതിയിൽ ഒരു 2 പേർ താമസിക്കുന്ന മുറിയിൽ 20ഓളം പേർ പലരായും ഈ മുറിയിലേക്ക് എത്തേണ്ട സാഹചര്യമുണ്ടോ എന്നുള്ളതാണ് ദുരൂഹതയുള്ളത്. കാരണം പ്രത്യേകിച്ചൊരു ഗുണ്ടാ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ് ഓംപ്രകാശ്. കുപ്രസിദ്ധ ഗുണ്ടയാണ്. പലപ്പോഴായി പല വാർത്തകളിലായി ചാനലുകളിലും മാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന പേരുമാണ്. അങ്ങനെ ഒരു പേരുകാരനുമായി സിനിമാ മേഖലയിലുള്ള നടന്മാർക്ക് എന്താണ് ബന്ധം എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരുടെ പേര് കൃത്യമായി പരാമർശിച്ചുകൊണ്ട്, ഇല്ലെങ്കിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇരുവരുടെയും പേര് കൃത്യമായി പരാമർശിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു റിമാൻഡ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിൽ ഓംപ്രകാശ് ജാമ്യം ലഭിച്ചെങ്കിലും ജാമ്യ നടപടികൾ പൂർത്തിയാക്കി പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണുന്നത്. ബിനിൻ, സൈഫുന്നിസ, ഇന്നലെ ബോൾഗാട്ടി പാലസിൽ നടന്ന ഒരു DJ പാർട്ടിക്ക് വേണ്ടിയിട്ട്, ലോകോത്തര DJയുടെ പാർട്ടിക്ക് വേണ്ടി നിരവധി ആളുകൾ സംഘടിച്ചിരുന്നു. അതിനുവേണ്ടിയാണ് ഓംപ്രകാശ് വന്നത് എന്ന് വിവരമുണ്ട്. തീർച്ചയായും ബിനിൽ, ഓംപ്രകാശ് തന്നെ ഇക്കാര്യം പോലീസ് നൽകുന്ന മൊഴി എന്ന് പറയുന്നത് DJ പാർട്ടിക്ക് വേണ്ടി കൊച്ചിയിൽ എത്തിയതാണ് എന്നാണ്. ഇയാളുടെ കയ്യിൽ നിന്ന് 4 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും പിടികൂടിയിരുന്നു. അപ്പോൾ ഓംപ്രകാശ് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഇങ്ങനെ പാർട്ടിക്കായി വന്നതുകൊണ്ട് ഉപയോഗിച്ചതാണ് ഈ മദ്യം എന്നുള്ളതാണ്. എന്നാൽ ലഹരി ഉപയോഗിച്ചു എന്ന് ഈ പ്രതികൾ സമ്മതിക്കുന്നില്ല. മുറിയിൽ ഇത് എങ്ങനെ വന്നു എന്ന് സമ്മതിക്കുന്നില്ല. മുറിയിൽ ആരെങ്കിലും സന്ദർശനം നടത്തിയെന്ന കാര്യത്തിൽ കൃത്യമായ വിവരം പോലീസിന് കൈമാറുന്നില്ല. പക്ഷേ പോലീസിന് ലഭിച്ചിരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇങ്ങനെ ഒരു റിമാൻഡ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. അത് ശ്രീനാഥ് ബാസിക്കും ഒപ്പം തന്നെ നടി പ്രയാഗ മാർട്ടിനും എതിരെയാണ് റിമാൻഡ് റിപ്പോർട്ട് ഉള്ളത് എന്നാണ്. മലയാളത്തിൽ തന്നെ വളരെ പ്രസിദ്ധരായ 2 നടന്മാരാണ് ഇവർ രണ്ടുപേരും. അതുകൂടാതെ മറ്റു യുവാക്കളും ഈ ഹോട്ടൽ മുറിയിൽ തലേ ദിവസം എത്തിയിട്ടുണ്ട്. ഇവർ ഉപയോഗിച്ച കൊക്കൈന്റെ പാക്കറ്റുകളാണ് പിന്നീട് ഒഴിഞ്ഞ നിലയിൽ കെട്ടിയത് എന്നാണ് പോലീസ് വാദിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് റിമാൻഡ് റിപ്പോർട്ടിൽ ഇവരുടെ പേരടക്കം സൂചിപ്പിച്ചുകൊണ്ട് 2 ദിവസത്തെ കസ്റ്റഡി പ്രതികളെ വേണമെന്ന് ഈ പോലീസ് ആവശ്യപ്പെടുകയും ചെയ്തത്. നേരത്തെ തന്നെ ഈ ശ്രീനാഥ് ബാസിയുടേതായ ഒരു കേസ് മരട് പോലീസിന്റെ പരിഗണനയിലുണ്ടായിരുന്നു. അന്ന് ശ്രീനാഥ് ബാസി ഈ വിഷയത്തിൽ ചോദ്യം ചെയ്തതുമാണ്. പിന്നീട് ഇപ്പോൾ വീണ്ടും മരട് പോലീസിന് മുൻപിലേക്കാണ് ഈ കേസും എത്തുന്നത്. എന്തായാലും ഓംപ്രകാശിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമല്ല. കാരണം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ഓംപ്രകാശിനെ കസ്റ്റഡിയിലെടുത്തത്. അതിനുശേഷമാണ് ഇന്ന് കോടതിയിൽ ഹാജരാക്കിയത്. പക്ഷേ കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. ഇന്നലെ ബോൾഗാട്ടി പാലസിൽ വെച്ചിട്ട് അലൻ വോക്കറുടെ ഒരു മ്യൂസിക് DJ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അവിടെ വെച്ച് ഈ ലഹരി ഉപയോഗം ഉണ്ടായിട്ടുണ്ട് എന്നും ഒപ്പം തന്നെ നിരവധി മൊബൈൽ ഫോണുകൾ നഷ്ടപ്പെട്ടു എന്നും മുളവുകാട് പോലീസിൽ പരാതി ലഭിച്ചിട്ടുണ്ട്. ഈ പരാതിയിൽ അന്വേഷണം നടക്കുകയാണ്. ഇപ്പോൾ തന്നെ 25ഓളം മൊബൈൽ ഫോണുകൾ അവിടെ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നും കൊക്കൈനുമായി ചിലർ പിടിയിലായി എന്നുമൊക്കെ പോലീസിൽ നിന്ന് തന്നെ വിവരം ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇക്കാര്യത്തിലൊന്നും ഒരു സ്ഥിരീകരണം നിലവിൽ വന്നിട്ടില്ല. എന്തായാലും വലിയ ക്വാണ്ടിറ്റി ആണോ പിടികൂടിയത് എന്നും വ്യക്തമല്ല. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ലഹരി ഉപയോഗിക്കുന്ന അതല്ലെങ്കിൽ ലഹരി പിടികൂടിയ ഒരു മുറിയിൽ 2 സിനിമാ താരങ്ങൾ സന്ദർശനം നടത്തിയിരിക്കുന്നു. അതും ഒരു കുപ്രസിദ്ധ ഗുണ്ടയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. ഇക്കാര്യത്തിലാണ് ഇനി വ്യക്തത വരേണ്ടത്. അതാണ് ഇനി വിശദീകരിക്കുകയും ചെയ്യേണ്ടത്. ബിനിൽ, ഉറപ്പായും അത് വിശദീകരിക്കേണ്ടതാണ്. സൈഫുന്നിസ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം സിനിമാ മേഖല ഒന്നാകെ പ്രതിരോധത്തിലായിരുന്നു. നടിമാർ ഉന്നയിക്കുന്ന ചലച്ചിത്ര മേഖലയിലെ വിവിധ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ ഉന്നയിക്കുന്ന ലൈംഗിക ആരോപണങ്ങൾ, ഗുരുതരമായിട്ടുള്ള ലൈംഗിക ആരോപണങ്ങൾ, അമ്മയുടെ ജനറൽ സെക്രട്ടറിയായി പുതുതായി അവരോധിതനായ
സിദ്ദീഖ് ഉൾപ്പെടെ രാജിവെച്ച് പോകേണ്ടി വരുന്നു. സിദ്ദീഖ് ഉൾപ്പെടെ കേസിൽ പ്രതിയാകുന്നു. ജയസൂര്യ, മുകേഷ് MLA ഉൾപ്പെടെയുള്ള ആളുകൾ, അങ്ങനെ ചലച്ചിത്ര മേഖലയിലെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ ചോദ്യമുനയിൽ നിൽക്കുമ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രധാനമായും പരാമർശിക്കപ്പെട്ട മറ്റൊന്ന് സെറ്റുകളിലെ നിർബാധമായി ലഭിക്കുന്ന രാസലഹരി ഉൾപ്പെടെയുള്ള ഉപയോഗങ്ങളെ പറ്റിയായിരുന്നു. ലഹരി ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീകളോടും സഹപ്രവർത്തകരോടും മോശമായി പെരുമാറുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ പറ്റിയുള്ള വിശദമായ മൊഴികൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ജസ്റ്റിസ് ഹേമ നടത്തിയ പഠനത്തിൽ തന്നെ കണ്ടെത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഈ വിധത്തിലുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ പരാമർശങ്ങൾ പോലീസ് കണ്ടെത്തലുകളായി പുറത്തു കൊണ്ടുവരുന്നത് എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. അതായത് വലിയൊരു കാറ്റും കോളും ഉണ്ടായിട്ട് പോലും സിനിമാ മേഖലയെ ശുദ്ധീകരിക്കാൻ സാധിക്കുന്നില്ല. നടപടികളെല്ലാം തന്നെ അവിടെ അവസാനിക്കുകയാണ്. കൃത്യമായ രീതിയിലുള്ള നിരീക്ഷണങ്ങൾ നടക്കുന്നില്ല എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമുണ്ട്. മാത്രമല്ല, ഉത്തരവാദിത്തമില്ലാതെ നമ്മുടെ ചലച്ചിത്ര പ്രവർത്തകരും പെരുമാറുന്നു എന്നുള്ളതിൻ്റെ തെളിവായി തന്നെ ഇപ്പോൾ ഈ പേരുകൾ പരാമർശിക്കപ്പെട്ടതിനെ സൂചിപ്പിക്കാം. കൃത്യമായ നിർദ്ദേശത്തിൻ്റെ അല്ലെങ്കിൽ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ, മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കുമല്ലോ പ്രയാഗ മാർട്ടിൻ ഒപ്പം തന്നെ ശ്രീനാഥ് ഭാസി എന്ന 2 പേരുകൾ പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ എഴുതി ചേർത്തിട്ടുള്ളത്. തീർച്ചയായും ബിനിൽ, ഈ സിനിമാ മേഖലയിൽ ഒരു സമൂലമായ മാറ്റം ഉണ്ടാകണമെന്നുള്ളത് ഏറെ നാളായുള്ള ആവശ്യമാണ്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ മുൻ പ്രസിഡന്റ് രഞ്ജിത്ത് അടക്കമുള്ളവർ ഇക്കാര്യം ആവശ്യപ്പെടുകയും ചെയ്തതാണ്. അതായത് അന്ന് ഈ പ്രൊഡ്യൂസർ അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് രഞ്ജിത്ത് ആവശ്യപ്പെട്ടത് സെറ്റുകളിൽ പോലീസ് റെയ്ഡ് വേണം, പോലീസിന്റെ പരിശോധന വേണം എന്നുള്ളതായിരുന്നു. അതായത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പോലും അന്ന് അക്കാര്യത്തിൽ കൃത്യമായ ഒരു കാര്യം പറഞ്ഞിട്ട് നിലപാട് വ്യക്തമാക്കിയിട്ട് പോലും പിന്നീട് ഒരു സെറ്റുകളിലും അങ്ങനെ കൃത്യമായ ഒരു പരിശോധന നടന്നതായി നമ്മൾ കണ്ടിട്ടില്ല. പല നടിമാരും ഈ കാരവനിലടക്കം ഇപ്പോൾ നമ്മളോട് തന്നെ പ്രൊഡ്യൂസർ സാന്ദ്ര തോമസ് അടക്കമുള്ളവർ പറഞ്ഞു, കാരവനിലടക്കം ഈ ലഹരി ഉപയോഗം കണ്ട് അത് ചോദ്യം ചെയ്തപ്പോൾ തന്നെ മർദ്ദിക്കാനായി വന്നു ഒരു നടൻ എന്ന് സാന്ദ്ര തോമസ് അടക്കം പറയുകയും ചെയ്തിരുന്നു. ഇതിനെല്ലാം പിന്നാലെയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു കേസിൽ ഈ 2 നടന്മാർ പേരുകൾ റിമാൻഡ് റിപ്പോർട്ടിൽ കോടതിക്ക് മുൻപിൽ തന്നെ വരുന്നത്. ഇക്കാര്യത്തിൽ സർക്കാർ തലത്തിലൊരു നടപടി, ഇപ്പോൾ നമുക്കറിയാം നിരവധി പരാതികൾ വന്നിട്ടുണ്ട്, അന്വേഷണങ്ങൾക്കുണ്ട്. പക്ഷേ കൃത്യമായി ഇപ്പോൾ സിദ്ദീഖിന്റെ കേസിലാണെങ്കിൽ പോലും കൃത്യമായ നടപടികളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന് സാധിക്കുമായിരുന്ന സമയത്ത് പോലും ചെയ്യാൻ അവർ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങളിൽ വലിയ വീഴ്ച ഉണ്ടാകുന്നത്. നേരത്തെ ഈ പറഞ്ഞതുപോലെ തന്നെ പ്രൊഡ്യൂസർ അസോസിയേഷൻ തന്നെ സെറ്റുകളിൽ റെയ്ഡ് വേണമെന്ന്, അതായത് ഒരു പ്രൊഡ്യൂസർ അസോസിയേഷൻ, പ്രൊഡ്യൂസറാണ് ഒരു സിനിമയുടെ എല്ലാ തുകയും ചെലവുകളും എല്ലാം വഹിക്കുന്നത്. അവർ പറയുകയാണ് അവരുടെ സെറ്റിൽ ഇങ്ങനെ ഒരു ലഹരി ഉപയോഗം ഉണ്ടെങ്കിൽ അത് പിടിക്കണം, സെറ്റുകളിൽ പരിശോധന വേണം എന്നുള്ളത്. കാരണം നടന്മാരിൽ അവരിൽ ആരെങ്കിലും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയാൽ അവരുടെ സിനിമയുടെ ഭാവി തന്നെ അവതാളത്തിലാകും. കോടികൾ